യുവതലമുറയ്ക്ക് വോളിബോളിന്റെ ലഹരി പകർന്നു നൽകുകയാണ് ചിറ്റാറിലെ യങ്സ് ക്ലബ്ബ്. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി 40-ലധികം വിദ്യാർത്ഥികൾക്ക് വോളിബോൾ പരിശീലനമാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. കാണാമിനി ചിറ്റാറിലെ വോളിബോൾ പരിശീലനത്തിന്റെ വിശേഷങ്ങൾ. ചിറ്റാറിലെ ഒരു സ്കൂളിലെ കാഴ്ചയാണിത്. അതായത് രാവിലെ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വേനലവധിക്കാലത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് യങ്സ് ക്ലബ്ബ് ചിറ്റാറിലെ സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരായ ഒരു പോരാട്ടമാണ്. കളിയാണ് ലഹരി, മറ്റ് രാസലഹരി അല്ല വിദ്യാർത്ഥികളിലേക്ക് എത്തേണ്ടെന്ന സന്ദേശമാണ് ഇവർ പകരുന്നത്. അതിൻ്റെ ഭാരവാഹികളൊക്കെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ആദ്യം കുട്ടികളോട് ചോദിക്കാം, മോളെ എങ്ങനെയുണ്ടേ? കുഴപ്പമില്ല, നല്ലതായിട്ട് രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ എണ്ണിച്ച് ഇവിടെ വരും. 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ പോകും. കോച്ച് നല്ലതായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രാക്ടീസൊക്കെ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി. പേരാ മോളുടെ? ദേവലക്ഷ്മി. ദേവലക്ഷ്മി എത്രയാണ് പഠിക്കുന്നത്? ഞാൻ 6-ലോട്ട്. 6ാം ക്ലാസ്സിലെ ദേവലക്ഷ്മിയാണ്. ക്ലബിൻ്റെ ഭാരവാഹികളോടും ചോദിക്കാവുന്നതാണ്. ഒരു ലഹരിക്കെതിരായ ഒരു ക്യാമ്പയിൻ കൂടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ പുതുതലമുറ മൊത്തം ഇപ്പം ലഹരി കടിമപ്പെട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതുതലമുറയൊന്നും പുതിയ കുട്ടികളൊന്നും ഇപ്പോൾ ഈ വോളിബോൾ കളികളിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ അവരെ എങ്ങനെ കളികളിലേക്ക് ആകർഷിക്കാമെന്നുള്ള ഒരു കൂട്ടായ ചർച്ച ഞങ്ങൾ എടുത്തായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു ക്യാമ്പ് സംഘടിപ്പിച്ചു. പുതിയ കുറേ പിള്ളേരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഒരു 10-15 കുട്ടികളെയാണ് ഞങ്ങൾ ആകെ പ്രതീക്ഷിച്ചുള്ളായിരുന്നു. പക്ഷേ കളി തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ 40-45 കുട്ടികൾ വരെ പങ്കെടുക്കാൻ തുടങ്ങി. എല്ലാവർക്കും നല്ല ആവശ്യമായി. കോച്ച് കൂടെ ഉണ്ടോ? കോച്ചോട് ചോദിക്കാം, എങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ? കൊള്ളാം, എല്ലാവരും വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നു. നല്ല ഗെയിമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ അവരെല്ലാം അത്യാവശ്യം നല്ല ആക്റ്റീവ്. ഈ ക്ലബിൻ്റെ ഒരു ആശയം അവരിങ്ങനെ കുട്ടികളെ ഈ യോജിപ്പിച്ച ഒരു സ്പോർട്സ്മാൻ എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? അത് വളരെ നല്ല കാര്യമാണ്. എല്ലാവരും ഇപ്പോൾ ഫോണ്, വീട്, ആരും വീണ്ടും വെളിയിൽ പോലും ഇറങ്ങുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പിള്ളേരിങ്ങനെ നല്ലപോലെ ഇമ്പ്രൂവ്മെൻ്റ് ആകുന്നുണ്ട്. എല്ലാം ഉണ്ട്, നല്ല രസമുണ്ട്. നമ്മൾ കളിക്കുന്ന കുട്ടികളോട് ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ചില്ലാണോ? ആണോ? നിങ്ങൾക്ക് സാധാരണയൊക്കെ ഈ കുട്ടികളൊക്കെ ഇപ്പോൾ മൊബൈലിലേക്കൊക്കെ കളിക്കും, അല്ലെങ്കിൽ ഈ നമുക്ക് കേട്ടിട്ടുണ്ട് ലഹരി എന്നൊക്കെ അല്ലേ, അതിനൊക്കെ ഒരു മോചനമാണോ ഈ കളിയൊക്കെ? ഉറപ്പായിട്ടും. നല്ല എൻജോയ് ചെയ്യുവാ? അതെ അതെ. ആണോ? പറഞ്ഞോ. അടിപൊളി. 45ഓളം കുട്ടികളെയാണ് ഈ ക്ലബ്ബ് പരിശീലിപ്പിക്കുന്നത്. അതൊരു വലിയ മാതൃകയാണ്. ലഹരിക്കെതിരെ ഒരു നാട് ഒന്നാകെ പോരാടുകയാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.